എവരി വൺ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നീറ്റിന്റെയും കീമിന്റെയും ഒക്കെ പ്രിപ്പറേഷനിലായിരിക്കും. അതിന്റെ തകൃതിയായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോവുമായിരിക്കും. അപ്പൊ കുറെ പേരൊക്കെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നുണ്ടാകും, ചിലപ്പോൾ കുറെ പേര് ക്രാഷ് കോഴ്സ് ചെയ്ത് അന്തവും കുന്തവും ഇല്ലാതിരിക്കുന്നുണ്ടാകും, അല്ലെ? കണ്ണും തള്ളിയിരിക്കും, എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നവർ ഇതിനകത്ത് ഉണ്ടാവും. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലാസ്റ്റ് മൊമെന്റ്, കാരണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെ, ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ, ഒന്ന്, നമുക്ക് ഏത് രീതിയിലാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ട്, നമുക്ക് വല്ലതും പഠിച്ചത് തലയ്ക്കകത്തുണ്ടോ, ഇങ്ങനെ പഠിച്ചതൊക്കെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ പരിപാടി നമുക്ക് പറ്റിയതാണോ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? സോ അങ്ങനെ സെൽഫ് അനാലിസിന് ഏറ്റവും പറ്റിയൊരു പരിപാടി ഈ ലാസ്റ്റ് മൊമെന്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ കെമിസ്ട്രിയിലെ ഏറ്റവും നല്ലൊരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. പ്രത്യേകിച്ച് പ്ലസ് ടുവിലൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച ചാപ്റ്റർ. കാരണം പ്ലസ് ടു ചാപ്റ്റേഴ്സ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം ഈ സീരീസ്. ഓക്കെ, സോ കെമിക്കൽ കൈനറ്റിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, പിടിച്ചോളൂ. അതും ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് ഡേറ്റ ഈസ് ഫോർ എ റിയാക്ഷൻ ബിറ്റ്വീൻ റിയാക്ടൻസ് എ ആൻഡ് ബി തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻസും അതിന്റെ റേറ്റുകളും ഓരോ റിയാക്ടൻസിന്റെയും കോൺസെൻട്രേഷൻസും ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബി ആണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ റേറ്റ് കണ്ടുപിടിക്കാം. നമ്മൾ സാധാരണ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു വൈ എന്നല്ലേ? അപ്പൊ ഇതിനകത്ത് എക്സും വൈയും കണ്ടുപിടിക്കുക കുഞ്ഞുങ്ങളെ, അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോ ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എയുടെ പവർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എക്ക് ചേഞ്ച് വരുന്നതും എന്നാൽ ബിക്ക് ചേഞ്ച് വരാത്തതുമായിട്ടുള്ള റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. അത് വലിയ സംഭവമൊന്നുമല്ല. നോക്കൂ, ഇവിടെ എക്ക് ചേഞ്ച് വരുന്നുണ്ട് 0.1 0.2 ആയി, അതായത് 2 ടൈംസ് ചേഞ്ച് വന്നു. പക്ഷേ ബി എന്ന് പറയുന്നത് 0.1 തന്നെയാണ്. അപ്പൊ അവിടെ എന്തില്ല? ചേഞ്ച് വന്നിട്ടില്ല. അപ്പോ എക്ക് ചേഞ്ച് വന്നു, ബിക്ക് ചേഞ്ച് വന്നിട്ടില്ല. ഇവിടെ റേറ്റിൽ എന്തേലും മാറ്റം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു എ, കാരണം ബിക്ക് ചേഞ്ച് ഇല്ലല്ലോ. അപ്പൊ റേറ്റ് മാറിയെങ്കിൽ അത് ആര് കാരണം മാത്രമായിരിക്കും? എ കാരണം മാത്രമായിരിക്കും. നോക്കൂ, റേറ്റ് 2ൽ നിന്ന് 4ലേക്ക് മാറി, ദാറ്റ് ഈസ് 2 ടൈംസ് ആയിട്ട് ചേഞ്ച് ചെയ്തു. മനസ്സിലായോ? 2 ടൈംസ് ആയിട്ട്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് 2 ടൈംസ് എക്ക് ചേഞ്ച് വന്നപ്പോൾ റേറ്റും 2 ടൈംസ് ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് 2 ടൈംസ് മാറിയെങ്കിൽ, 2 ടൈംസ് ചേഞ്ച് ആയെങ്കിൽ ഇതിന്റെ മുകളിൽ എത്ര പവർ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് 2 എന്ന ആൻസർ കിട്ടും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് 2വിന്റെ മുകളിൽ എത്ര എന്ന് പവർ കൊടുത്താൽ നിങ്ങൾക്ക് 2 എന്ന ആൻസർ കിട്ടും? 1 അല്ലെ? 2 റൈസ് ടു 1 ആണ് 2 എന്ന് പറയുന്നത്. അപ്പോ എയുടെ പവർ എന്ന് പറയുന്നത് 1 എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, എയുടെ പവർ എത്രയാണ്? 1 ആണ്. അപ്പൊ എക്സിന്റെ ആൻസർ നമുക്ക് കിട്ടി 1 ആണെന്ന് കിട്ടി. ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ അടുത്ത ചെയ്യുമ്പോൾ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അടുത്ത ബിയുടെ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. എക്ക് ചേഞ്ച് വരാത്തതും ബിക്ക് ചേഞ്ച് വരുന്നതുമായിട്ടുള്ള റിയാക്ഷൻസ് എടുക്കാം. അതായത് നമുക്ക് കളർ ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, ഇതാ ഇവിടെ നോക്കിയോ, ഈ രണ്ട് റിയാക്ഷൻസ് നോക്കിയാൽ നിങ്ങൾ, ഇത് 0.2, ഇത് 0.2. അപ്പൊ എക്ക് ഇവിടെ ചേഞ്ച് ഇല്ല. പക്ഷെ ഇത് 0.1ൽ നിന്നും 0.2 ആയി, ദാറ്റ് ഈസ് 2 ടൈംസ് ചേഞ്ച് ആയി. കറക്റ്റ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് റേറ്റ് എങ്ങനെ മാറി എന്നുള്ളതാണ്. ഇത് 4ൽ നിന്ന് 1.6 ആയിട്ട് മാറി എന്നല്ല. പവർ ശ്രദ്ധിക്കണം, പവർ മുദ്ര ശ്രദ്ധിക്കണം. ഇത് 10⁻⁻3, ഇവിടെ 10⁻⁻2. ഇതും 10⁻⁻3ലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്താൽ ഇത് 16 എന്നായിട്ട് മാറും. അപ്പോഴാണ് നമുക്ക് ആ ടെക്നിക്ക് ഇവിടെ കിട്ടുന്നത്, ആ ചേഞ്ച് മനസ്സിലാവുന്നത്. അത് 4ൽ നിന്നും 16 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ചേഞ്ച് ആയി. ഇവിടെ 4 എന്ന ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ 2വിന്റെ മുകളിൽ എത്രയെന്ന് പവർ കൊടുക്കണം? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. 2വിന്റെ മുകളിൽ എത്രയെന്ന് പവർ കൊടുത്താൽ നമുക്ക് 4 എന്ന ആൻസർ കിട്ടും? ഇറ്റ് ഈസ് 2. അപ്പോ ബിയുടെ പവർ എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. സോ എയുടെ പവർ 1 എന്നും കിട്ടി, ബിയുടെ പവർ 2 എന്നും കിട്ടി. സോ വിത്ത് റെസ്പെക്ട് ടു എ 1 ഈസ് ദ റേറ്റ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ബി 2 ഈസ് ദ റേറ്റ്. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടി. ആൻസർ 1 and 2 ആണ്. അങ്ങനെയെങ്കിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1 and 2 ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ മോഡൽ ചോദ്യം വന്നാൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. എളുപ്പമല്ലേ ഈ വഴി? യെസ്. അപ്പോൾ എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലോട്ട് റെപ്രസെന്റ്സ് ദ വേരിയേഷൻ ഓഫ് lnk വേഴ്സസ് 1/t ഇൻ അക്കോർഡൻസ് വിത്ത് അറീനിയസ് ഇക്വേഷൻ? അറീനിയസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അറീനിയസ് ഇക്വേഷൻ ഒരുപാട് വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അറീനിയസ് ഇക്വേഷൻ, പുനാര ഇക്വേഷൻ, അതിനെ നമുക്കൊന്ന് എടുത്താലോ? എന്താ ഇക്വേഷൻ? k is equal to a into e raised to minus ea by rt. So that is equation k is equal to a into e raised to minus ea by rt.
നമുക്ക് രണ്ട് സൈഡും എല്ലാം എടുത്തുനിന്ന് കളിച്ചാലോ? കുറെ കളി കളിച്ചതല്ലേ നമ്മുടെ തിയറിയിൽ. ഒരിക്കൽ കൂടി ഓക്കെ, ഇവിടെ തിയറി പരീക്ഷയ്ക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് എന്തായാലും ടൈം പോവല്ലേ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഇത്രേ ഉള്ളൂ. രണ്ട് സൈഡിലും എല്ലാം എടുക്കുക. സോ ഇവിടെയും ln, അപ്പൊ ln k എന്ന് വരും. ഇപ്പുറ സൈഡിൽ ln എടുക്കുമ്പോൾ ln log a പ്ലസ് log b ഫോമാറ്റിലേക്ക് മാറും. അപ്പോൾ ln a പ്ലസ് ln e റൈസ് ടു മൈനസ് e a ബൈ ആർ ടി. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം lnന്റെ മുകളിൽ ഇയുടെ മുകളിൽ എന്താണോ പവർ വരുന്നത്, ആ പവർ തന്നെയാണ് അതിന്റെ ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ ln k ഇസ് ഈക്വൽ ടു ln a മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് കിട്ടും. ഇനി നമുക്കൊന്ന് ചെറിയ റീ അറേഞ്ച്മെന്റ്, ഇയാളെ അപ്പുറത്തും ചവിട്ടി തള്ളിയിട്ട് ഇവനെ ഇപ്പുറത്തോട്ട് തട്ടാം നമുക്ക്. ഓക്കെ, സോ ln k ഇസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ ആർ ഇൻറ്റു ബൈ ടി എന്നാണ്. ഞാൻ അതിനെ ഒന്ന് രൂപം മാറ്റി 1/t എന്ന് എഴുതുകയാണ്. കുഴപ്പമില്ലല്ലോ, എല്ലാം ഒന്ന് തന്നെ. പ്ലസ് ln a എന്ന് കിട്ടും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാണെന്ന് അറിയാമോ? ആക്ച്വലി നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇത്രയും ചെയ്തത് വേറെ ഒന്നിനുമല്ല. ദിസ് ഇക്വേഷൻ ഇസ് സിമിലർ ടു y is equal to mx plus c എന്ന് പറയാനാണ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ y is equal to mx plus c ക്ക് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ y ആക്സിൽ വരേണ്ടത് ln k ആണ്. ആ ln k തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. x ആക്സിൽ വരേണ്ടത് 1/t ആണ്. 1/t എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ഇ എ ബൈ ആർ ആണ്. മൈനസ് ഇ എ ബൈ ആർ എന്നാണ് സ്ലോപ്പ് വന്നിരിക്കുന്നത്. അതായത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും, പക്ഷെ സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും, താഴേക്കുള്ള സ്ലോപ്പ് ആയിരിക്കും. നെഗറ്റീവ് സ്ലോപ്പ് പറഞ്ഞാൽ ഗ്രാഫ് നേരെ താഴേക്കായിരിക്കും. അതായത് രമണ, ഈ തന്നിരിക്കുന്നതിൽ ഏതാ താഴേക്കുള്ള ഗ്രാഫ്? അത് മാത്രം നോക്കിയാൽ മതി. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. താഴേക്കുള്ള ഗ്രാഫ് അത് മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. കണ്ടോ, സ്ലോപ്പ് താഴേക്ക് കിടക്കുന്നത്. സോ നെഗറ്റീവ് സ്ലോപ്പ് ആണെന്നുള്ളതാണ് നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ടത്. ഈ ഇക്വേഷൻ മനസ്സിലുണ്ട് എങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അത് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അറേനിയസ് ഇക്വേഷൻ നമ്മൾ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The rate constant for a reaction at 500 Kelvin and 700 Kelvin are 0.04 per second and 0.14 per second respectively. Then activation energy of the reaction is. വീണ്ടും activation energy കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് ടെമ്പറേച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. T1 ടെമ്പറേച്ചറും T2 ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ആ ഓരോ ടെമ്പറേച്ചറിലെ റേറ്റ് കോൺസ്റ്റൻസും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് K1 ഉം K2 ഉം തന്നിട്ടുണ്ട്. പോരെ, ഇനി എന്താ വേണ്ടത്? T1 ഉം T2 ഉം K1 ഉം K2 ഉം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടല്ലോ. ഏതാ ഇക്വേഷൻ? log K2 by K1 is equal to EA by 2.303 R into T2 minus T1 by T1 T2. സോ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇത് നേരിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ. ഇതില് K2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ്, ഞാൻ വേണമെങ്കിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കാം. ദാറ്റ് ഈസ് 0.14 ആണ്, ഡിവൈഡഡ് ബൈ 0.04 ആണ്, ഇസ് ഈക്വൽ ടു EA by 2.303 ഇൻറ്റു ആറിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 8.31 ആണ്, ഇൻറ്റു T2 എന്ന് പറയുന്നത് 700 മൈനസ് 500 ഡിവൈഡ് ബൈ 700 ഇൻറ്റു 500. സ്വാഭാവികമായിട്ടും കുറച്ച് സമയം എടുക്കും. ഇത് വർക്ക്ഔട്ട് ചെയ്ത് ഇയുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. ലോഗിന്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ലോഗിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അവസാനം കിട്ടുക ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 18219 ജൂൾ എന്നായിരിക്കും. ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 18219നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ 18.2 കിലോ ജൂൾ എന്നൊക്കെ തരും. പറ്റിക്കപ്പെടരുത്, അത് കിലോ ജൂൾ ആക്കിയെന്നേ ഉള്ളൂ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നേ ഉള്ളൂ. സോ എനിവേ ഓപ്ഷൻ സി എന്ന് കിട്ടി. സന്തോഷം, സമാധാനം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. Activation energy of any chemical reaction can be calculated if one knows the value of. Activation energy നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്നാ സാധനം വേണം എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആക്ടിവേഷൻ എനർജി കാണാൻ നമ്മുടെ കയ്യിൽ രണ്ട് ഫോർമുല ആണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് K is equal to A into E raised to minus EA by RT ഉണ്ട്, അല്ലെങ്കിൽ log K2 by K1 is equal to EA by 2.303 R into T2 minus T1 by T1 T2. ഈ ഫോർമുലയും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കൊളിഷൻ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഏതാ ഓപ്ഷൻസ് വെച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം, അതല്ലേ നല്ലത്. സോ റേറ്റ് കോൺസ്റ്റന്റും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും, റേറ്റ് കോൺസ്റ്റന്റ് കെയും ടെമ്പറേച്ചറും മാത്രം കിട്ടിയാൽ എങ്ങനെ ചെയ്യും? എ പിന്നെ ആര് തരും? എയും കൂടി തരണ്ടേ, എങ്കിലല്ലേ നമുക്ക് ഇ എ കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ഫസ്റ്റ് ഓപ്ഷൻ ശരിയല്ല. പ്രോബബിലിറ്റി ഓഫ് കൊളിഷൻ മാത്രം കിട്ടിയാലും ചെയ്യാൻ പറ്റില്ല. ഓറിയന്റേഷൻ ഓഫ് റിയാക്ഷൻ മോളിക്യൂൾ കിട്ടിയിട്ട് ഒരു കാര്യമില്ല, അപ്പൊ അതും ചെയ്യാൻ പറ്റില്ല. റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 2 ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് തന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് K2 ഉം K1 ഉം T2 ഉം T1 ഉം മതി ഇ എ കണ്ടുപിടിക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തത്. സോ T2 ഉം T1 ഉം രണ്ട് K1 ഉം K2 ഉം തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇ എ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ.
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മൾ. The rate of a reaction quadruples when temperature changes from 27 to 57 degrees Celsius. Calculate the energy of activation. വീണ്ടും activation energy കാൽക്കുലേറ്റ് ചെയ്യാനാണ്. വീണ്ടും രണ്ട് ടെമ്പറേച്ചർ ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷെ ചെറിയ ട്വിസ്റ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. എന്താ അത്? K1 K2 നേരിട്ട് തരാതെ റേറ്റ് ഓഫ് റിയാക്ഷൻ ക്വാഡ്രബിൾസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് K ആണെങ്കിൽ അത് ടെമ്പറേച്ചർ മാറ്റിയപ്പോൾ 4K ആയിട്ട് മാറി, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. ടെമ്പറേച്ചറും അതിലും ഒരു വ്യത്യസ്തതയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 27 ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ടെമ്പറേച്ചർ ആദ്യം കെൽവിനിലേക്ക് മാറ്റാം. സോ 27 ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ ആക്കാൻ 273 ആഡ് ചെയ്യുക. സോ ആൻസർ നമുക്ക് 300 കെൽവിൻ എന്ന് കിട്ടും. T2 ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 57 പ്ലസ് 273 ആയിരിക്കും. അപ്പൊ നമുക്ക് ആൻസർ ഇറ്റ് ഈസ് 330 കെൽവിൻ എന്ന് കിട്ടും. സോ രണ്ട് ടെമ്പറേച്ചേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ സാധാരണ ഫോർമുല തന്നെയാണ്. ദാറ്റ് ഈസ് log K2 by K1 log K2 by K1 is equal to EA by 2.303 R into T2 minus T1 by T1 T2. So that is the formula T1 T2. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാ വാല്യൂസും ഇവിടെ ഉണ്ട്. അതിൽ K സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, log 4K ആണ് K2, K ആണ് ഇനിഷ്യൽ. അപ്പൊ Kയും ക്യാൻസൽ ചെയ്യുമ്പോൾ log K എന്ന് വരും. log K യുടെ വാല്യൂ ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. is equal to EA by 2.303 into R-ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 8.314 എന്ന്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് then 330 minus 300 divided by 330 into 300 എന്ന് ചെയ്യുക. ഇത് ചെയ്ത് ഇയുടെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 38 കിലോ ജൂൾ. ട്വിസ്റ്റ് വരുത്തിയിട്ടുണ്ട്. നമുക്ക് സാധാരണ ചെയ്യുമ്പോൾ അത് ജൂളിലായിരിക്കും കിട്ടുക. സോ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ കിലോ ജൂളില് 38.04 കിലോ ജൂൾ എന്നാണ് കിട്ടുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാൽക്കുലേഷൻ കുറച്ചുകൂടി സ്പീഡ് അപ്പ് ചെയ്യുക. കാരണം ഇത്തരം ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് ഒരുപാട് സമയം നഷ്ടമാകുന്നത്. അതുകൊണ്ട് സ്പീഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, എ റിയാക്ഷൻ ക്യാൻ ഹാവ് സീറോ ആക്ടിവേഷൻ എനർജി. ചില റിയാക്ഷൻസിന് ആക്ടിവേഷൻ എനർജി സീറോ ആയിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ചില റിയാക്ഷൻസ് നടക്കാൻ ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമേ ഇല്ല. ഓൾറെഡി അതിന് ത്രെഷോൾഡ് വാല്യൂ ഓഫ് എനർജി കാണും. അപ്പൊ അത് ഉപയോഗിച്ച് അത് പ്രോഡക്റ്റ് ആയിട്ട് മാറിക്കോളും. അവിടെ ഒരു എക്സ്ട്രാ ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് റീസൺ ആയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദ മിനിമം എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ ദ റിയാക്ഷൻ മോളിക്യൂൾ സോ ദാറ്റ് their energy becomes equal to the threshold value is called activation energy. അയ്യോ ശരി തന്നെ, റീസണും കറക്റ്റ് തന്നെ. പക്ഷെ റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് മിനിമം എത്ര എക്സ്ട്രാ എനർജി അബ്സോർബ് ചെയ്താൽ ആ ത്രെഷോൾഡ് വാല്യൂയിൽ എത്തും, അത് പിന്നെ പ്രോഡക്റ്റ് ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആക്ടിവേഷൻ എനർജി എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ആക്ടിവേഷൻ എനർജിയുടെ ഡെഫിനിഷൻ ഒക്കെ അത് തന്നെ. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ അസേർഷൻ. അസേർഷൻ പറഞ്ഞിരിക്കുന്നത് സീറോ ആക്ടിവേഷൻ എനർജി എന്നുള്ളതല്ലേ. അപ്പോൾ അസേർഷൻ ആക്ച്വലി ശരിയാണ്, റീസണും ശരിയാണ്, പക്ഷെ തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ രണ്ടും ഈക്വൽ, രണ്ടും ഒരേ കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവർ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ നമുക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫോർ എ സർട്ടൻ റിയാക്ഷൻ ദ റേറ്റ് ഇസ് ഈക്വൽ ടു കെ into a raised to 2 and b raised to 1. അത് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാലോ raised to 1 ആണ്. When the initial concentration of A is tripled, keeping the concentration of B constant, the initial rate would be. ഇത് നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, അതിനെ വേറൊരു ഫോർമാറ്റ് ആക്കി തന്നിരിക്കുകയാണ്. അതായത് ഇവിടെ പവർ ഒക്കെ തന്നിട്ടുണ്ട്, പവർ തന്നിരിക്കുന്നു. പക്ഷെ ചോദ്യം നമ്മൾ ഇനിഷ്യൽ റേറ്റ് എത്രയായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനിഷ്യൽ അല്ല, എങ്ങനെ റേറ്റ് എങ്ങനെ ചേഞ്ച് ആകും എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തു എങ്കിൽ റേറ്റ് എങ്ങനെ ചേഞ്ച് ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ റേറ്റിന്റെ ചേഞ്ച് വെച്ചിട്ട് പവർ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ പവർ ഒക്കെ തന്നിട്ടുണ്ട്, റേറ്റിന്റെ ചേഞ്ച് എങ്ങനെയെന്നുള്ളത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഈസി അല്ലേ. നമുക്കറിയാം എയുടെ പവർ 2 ആണ്. സോ എയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? ട്രിപ്പിൾസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ എ എന്ന് പറയുന്നത് 3A ആയിട്ട് മാറി എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ അതിനെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ വരും അത്? ദാറ്റ് ഈസ് 9A ആയിട്ട് മാറും. സോ റേറ്റ് എന്ന് പറയുന്നത് 9 ടൈംസ് ചേഞ്ച് ആകും. മനസ്സിലായോ പറഞ്ഞത്? കാരണം ട്രിപ്പിൾസ് ചെയ്യുമ്പോൾ അത് സ്ക്വയർ ടൈംസ് ആയിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുക. സോ 9 ടൈംസ് ആയിരിക്കും റേറ്റ് ചേഞ്ച് ചെയ്യുക. സോ പുതിയ ആർ എന്ന് പറയുന്നത് പഴയ ആറിന്റെ 9 ടൈംസ് ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ അവിടെ ഏത് വരും? ഓപ്ഷൻ ബി ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻക്രീസ് ബൈ എ ഫാക്ടർ 9 ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ റേറ്റ് 9 ടൈംസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ശരി. അപ്പോ ഇതും നമ്മളെ പറ്റിക്കാൻ നോക്കിയതാണ്, പക്ഷെ നമ്മൾ പറ്റിക്കപ്പെട്ടില്ല. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്,
For a reaction 3A gives 2B, the average rate of appearance of B is given by delta B by delta T. The correct relation between the average rate of appearance of B with the average rate of disappearance of A is given in option. Okay, ആദ്യം നമുക്ക് സമാധാനമായിട്ട് അവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് എഴുതാം. ദാറ്റ് ഈസ് 3A gives 2B എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം 1 ഇതിന്റെ റേറ്റ് കണ്ടുപിടിക്കുന്ന രണ്ട് രീതിയിലാണ്. 1/3 ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡി ടി, ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ 1/t ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ഡി ടി, ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ എന്നോ ഡി എന്നോ കൊടുക്കാം കേട്ടോ, അതൊന്നും വിഷയമല്ല. അപ്പൊ ഇതില് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, the correct relation between the average rate of appearance of B, ഇതാണ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബി എന്ന് പറയുന്നത്. അത് എയുടെ ടേംസിൽ എങ്ങനെ എഴുതും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയുടെ ടേംസിൽ എഴുതണമെങ്കിൽ 2വിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, എ എന്ന് പറയുന്നത് റിയാക്ടന്റ് ആണ്. അപ്പൊ അത് ഡിസപ്പിയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ, അത് കുറഞ്ഞു വരും. എ ആണ് കൂടി വരുന്നത്. സോ ദിസ് ഈസ്, ഇവിടെ നമ്മൾ ഒരു പ്ലസ് സൈനും ഇവിടെ ഒരു മൈനസ് സൈനും കൊടുക്കും. ഇനി 2 ഇവിടെ മുകളിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് 2/3 ആയിട്ട് മാറും ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡി ടി എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. മൈനസ് ഉണ്ടേ, കളയരുത്. സോ -2/3 ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്നായിരിക്കും നമുക്ക് അവിടെ വരിക. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് -2/3 ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. നമ്മുടെ ആ ചാപ്റ്റർ തുടക്കത്തിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അല്ലേ? കോൺഫിഡന്റ് അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The correct options for the rate law that corresponds to overall first order reaction is, overall of the order എത്രയാണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അതായത് x plus y ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ്? 1 എന്ന് കിട്ടണം. അങ്ങനെയുള്ള കറക്റ്റ് ഏതാണെന്ന ചോദ്യം. ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഇത് 0ഉം 2ഉം ആണ്, അപ്പൊ കൂട്ടുമ്പോൾ 2 എന്ന് കിട്ടും. അതല്ല. ഇവിടെ 1ഉം ആണ്, കൂട്ടുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പൊ അതുമല്ല. ഇത് അരയും 2ഉം ആണ്, അപ്പൊ ആൻസർ 2.5 എന്ന് കിട്ടും. 2.5 എന്ന് കിട്ടും. അപ്പൊ അതുമല്ല. ഇത് -1/2ഉം അതുപോലെ ഇത് 3/2 ആണ്. -1/2 പ്ലസ് 3/2 എന്ന് പറയുമ്പോൾ ആൻസർ കറക്റ്റ് 1 എന്ന് തന്നെ കിട്ടും. അപ്പോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. എന്നാ ചോദ്യം അല്ലെ? ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നേരെ വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ തെറ്റിക്കാനും ചാൻസ് ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The given graph is a representation of kinetics of a reaction. ഒരു റിയാക്ഷന്റെ കൈനറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നു the y and x axes for 0 and first order reactions respectively are. സോ നന്നാ ചോദ്യം. 0 ഓർഡറിനും ഫസ്റ്റ് ഓർഡറിനും ഈ എക്സ് ആക്സിസ് എന്തായിരിക്കും, വൈ ആക്സിസ് എന്തായിരിക്കും എന്ന ചോദ്യം. ഭയങ്കര ക്വസ്റ്റ്യൻ ആയി പോയി അല്ലെ? സോ ആദ്യം നമുക്ക് 0 ഓർഡറിന്റെ മാത്രം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. 0 ഓർഡറിന്റെ കേസിൽ y കോൺസെൻട്രേഷനും എക്സ് ടൈമുമായിട്ട് വരുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. y കോൺസെൻട്രേഷനും പിന്നെ ഏതാ എക്സ് കോൺസെൻട്രേഷൻ എക്സ് ടൈമുമായിട്ട് വരുമോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. y കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതല്ല 0 ഓർഡർ റിയാക്ഷൻ. കോൺസെൻട്രേഷൻ എത്ര മാറിയാലും റേറ്റ് ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്നതാണ് 0 ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ ചിലപ്പോൾ 2A ആകാം, പിന്നീട് അത് 3A ആകാം, എങ്ങനെ വേണോ ആകാം. പക്ഷെ റേറ്റ് ആർ എന്ന് തന്നെ നിൽക്കും. there will be no change. അപ്പൊ റേറ്റ് ആണ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ടത്. അപ്പൊ വൈ ആക്സിസ് എന്തായിരിക്കണം? റേറ്റ് ആയിരിക്കണം. അപ്പൊ വൈ ആക്സിസ് റേറ്റും എക്സ് കോൺസെൻട്രേഷൻ എത്ര ചേഞ്ച് ചെയ്താലും റേറ്റിന് മാറ്റം ഇല്ലാത്തതിനെയാണ് 0 ഓർഡർ എന്ന് വിളിക്കുന്നത്. സോ ഇത് രണ്ടും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം. അപ്പൊ സിഒ ഡിഒ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഓർഡറിലേക്ക് പോകാം. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ ടി ഹാഫ് കണ്ടുപിടിക്കുന്ന ഫോർമുല 0.693/k എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഹാഫ് ലൈഫ് പീരീഡ് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താലും ചേഞ്ച് ആകില്ല. അതാണ് ഫസ്റ്റ് ഓർഡറിന്റെ പ്രത്യേകത. അപ്പൊ ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് ടി ഹാഫ് നമുക്ക് വൈ ആക്സിസിൽ എടുക്കാം. കോൺസെൻട്രേഷൻ ടി ഹാഫ് ആണ്, സോറി ഇതൊരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ടി ഹാഫ് ആണ്. എക്സ് ആക്സിസ് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ എന്ത് ചേഞ്ച് ചെയ്താലും ടി ഹാഫിൽ യാതൊരു മാറ്റവുമില്ല, അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. അതാണ് ഫസ്റ്റ് ഓർഡറിന്റെ പ്രത്യേകത. സോ ഫസ്റ്റ് ഓർഡറിനെ സംബന്ധിച്ച് വൈ ആക്സിസ് എന്ന് പറയുന്ന ടി ഹാഫും എക്സ് എന്ന് പറയുന്ന കോൺസെൻട്രേഷനും ആയിരിക്കും. സോ കറക്റ്റ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. For the first order reaction A product ആയിട്ട് മാറുന്നു. The initial concentration of A is 0.1 molar.
which becomes 0.001 molar after 5 minutes. The rate constant for the reaction in minute is എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ എ ബി ആയിട്ട് മാറുമ്പോൾ ഇനിഷ്യൽ R0 എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.1 ആണ് ആൻഡ് ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.001 മോളാർ ആണ്. ചോദ്യം ഇതിനു വേണ്ടി എടുത്തത് 5 മിനിറ്റ്സ് ആണ്. അപ്പൊ ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണ്, അതും പറഞ്ഞിട്ടുണ്ട്. ആൻസർ മിനിറ്റ് തന്നെയാണ് പറയുന്നത്. അപ്പൊ മിനിറ്റിന് ഇനി സെക്കൻഡ് ആക്കി കൺവേർട്ട് ചെയ്ത് സമയം കളയണ്ട. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹാഫ് ലൈഫ് പീരീഡിന്റെ ഒരു ഫോർമുലയുണ്ട്, അല്ലെങ്കിൽ ടൈം കാണുന്ന ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഇസ് ടി ഇസ് ഈക്വൽ ടു നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അല്ലേ. ടി ഇസ് ഈക്വൽ ടു 2.303 by k into log R0 by R എന്ന് പറയുന്ന ഇക്വേഷൻ. സോ ഇതിലേക്കാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന റേറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കെ യെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരും, ടൈമിനെ താഴേക്ക് കൊണ്ടുവരാം. സോ കെ ഇസ് ഈക്വൽ ടു 2.303 by 5 into log R0 എന്ന് പറയുന്നത് 0.1 ആണ് by 0.01. ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട, 10⁻⁻1 എന്ന് എഴുതിയാൽ മതി. ഇത് 10⁻³ എന്ന് എഴുതിയാൽ മതി. അപ്പൊ -1 ഉം -3 കൂടെ കട്ട് ചെയ്തിട്ട് പോയിട്ട് ഇവിടെ -2 എന്ന് വരും. -2 മുകളിൽ കയറുമ്പോൾ +2 ആകും. സോ ലോഗ് 10⁻², 10⁻²ന്റെ ആൻസർ 2 ആണ്. സോ 2.303 into 2 by 5 എന്ന് വരും നമുക്ക് ആൻസർ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഇത് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയാകും. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻ ബി ആയിരിക്കും ലഭിക്കുക. ദാറ്റ് ഇസ് 0.9212 എന്നായിരിക്കും. പെർ മിനിറ്റിൽ മതി എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വളരെ സന്തോഷം. നമുക്ക് ഇനി സെക്കൻഡിലേക്ക് ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സെറ്റ് അല്ലേ? വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. 2.303 into 2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 6.064 എന്ന് വരും. 4.6 divided by 5 ചെയ്യുമ്പോൾ ആൻസർ ഏകദേശം 0.9 തന്നെ വരും. അവിടെ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. സോ ഓപ്ഷൻ ബി 0.9 ഇസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ് 2000 years. If the concentration after 8000 years is 0.02 molar, then initial concentration was എന്നാണ് ചോദ്യം. ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ, ഫോർമുല ഇട്ടൊക്കെ ചെയ്യാം. ഞാനൊരു എളുപ്പ വഴി ചെയ്യട്ടെ, എനിക്ക് അതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. ജസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. 2000 years ആണ് എന്തെന്ന് പറയുന്നത് അതിന്റെ ഹാഫ് ലൈഫ് പീരീഡ്. അപ്പൊ ഹാഫ് ലൈഫ് പീരീഡ് 8000 years കഴിഞ്ഞു എന്നാ പറയും. അപ്പോ ഒന്നിൽ നിന്നും അത് അടുത്ത 2000 years കഴിഞ്ഞു, 2000 നിന്നും പിന്നെ 4000 years കഴിഞ്ഞു, പിന്നെ അത് വീണ്ടും 6000 years കഴിഞ്ഞു, വീണ്ടും അത് ഒരു ടി ഹാഫ് കൂടി കഴിഞ്ഞു, ദാറ്റ് ഈസ് 8000 years. അങ്ങനെയല്ലേ 2000 years വെച്ച് തീരത്തുള്ളൂ. അപ്പോൾ ഒരു ഹാഫ് ലൈഫ് പീരീഡ്, 2 ഹാഫ് ലൈഫ് പീരീഡ്, 3 ഹാഫ് ലൈഫ് പീരീഡ്, 4 ഹാഫ് ലൈഫ് പീരീഡ് അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ 4 ഹാഫ് ലൈഫ് പീരീഡ് കഴിഞ്ഞു എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിന് ശേഷമുള്ള കോൺസെൻട്രേഷൻ ആണ് 0.02 എന്ന് പറയുന്നത്. അപ്പൊ അതിന് തൊട്ട് മുന്നേ എത്ര ആയിരിക്കും? അതിന്റെ ഡബിൾ ആയിരിക്കും, ദാറ്റ് ഈസ് 0.04 ആയിരിക്കും. അതിന് മുന്നെയോ അതിന്റെ ഡബിൾ ആയിരിക്കും, 0.08 ആയിരിക്കും. അതിന് മുന്നെയോ അതിന്റെ ഡബിൾ ആയിരിക്കും, ദാറ്റ് ഈസ് 0.16 ആയിരിക്കും, 0.16. ഓക്കെ, അതിന് മുന്നെയോ വീണ്ടും അതിന്റെ ഡബിൾ, ദാറ്റ് ഈസ് 0.32. ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്താൽ പോരെ, ഈസി ആയിട്ട് നമുക്ക് ടൈമും സേവ് ചെയ്യാം, എളുപ്പവുമാണ് ഈ മെത്തേഡ്. സോ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 0.32 എന്നായിരിക്കും നമുക്കവിടെ ആൻസർ വരുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 0.32 മോളാർ. ഓക്കെ അല്ലേ? സോ 2000 ആണ് അതിന്റെ ഹാഫ് ലൈഫ് പീരീഡ്. 8000 വർഷം കഴിഞ്ഞപ്പോൾ 0.02 ഉണ്ട് എങ്കിൽ തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അത് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ അല്ലേടാ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫോർ എ റിയാക്ഷൻ 4A plus 3B give 6C plus 9D. The rate of formation of C തന്നിട്ടുണ്ട് and the rate of disappearance of A യും തന്നിട്ടുണ്ട്. The rate of reaction and amount of B consumed in interval of 10 seconds respectively will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യേണ്ട ആദ്യം നോക്കാം. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് സിയും തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് എയും തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എയും റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അവരെ മാത്രം ഒന്ന് എഴുതി വെക്കാം. ദാറ്റ് ഈസ് സിയുടെ കേസിൽ 1/6 into d concentration of C by dt എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്. അതില് d concentration of C by dt മാത്രമാണ് അവർ തരുന്നത്. അതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 10⁻⁻² എന്ന് തന്നിട്ടുണ്ട്. ഇത് അവർ തന്നിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഇത് 1/6 into അല്ല തന്നിരിക്കുന്നത്, ഇത് d into dct by dt ആണ് തന്നിരിക്കുന്നത്. അതുപോലെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് എ, ദാറ്റ് ഈസ് dA by dt അവർ തന്നിട്ടുണ്ട്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഗിവൺ ആസ് 4 into 10⁻⁻² എന്നാണ് തന്നിരിക്കുന്നത്.
പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം അത് 1/4 വരേണ്ടത്, പക്ഷെ ഇതിന്റെ വാല്യൂ മാത്രമാണ് അവർ തന്നിരിക്കുന്നത്. അത് എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. ഈ ഫ്രാക്ഷനിലുള്ള സാധനത്തിന്റെ വാല്യൂ അല്ല അവർ തന്നിരിക്കുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് എമൗണ്ട് ഓഫ് ബി ആണ് ചോദ്യം. കൺസ്യൂംഡ് ഇൻ ഇന്റർവെൽ 10 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് സമയം കൊണ്ട് റേറ്റ് എന്തായിട്ട് മാറി, അതുപോലെ ബിയുടെ കോൺസെൻട്രേഷൻ എത്രയായിട്ട് കൺസ്യൂം ചെയ്യപ്പെട്ടു എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഒരു കാര്യം ചെയ്യാം. നമുക്ക് റേറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് R is equal to ഏതെങ്കിലും ഒരു ഫോർമുല യൂസ് ചെയ്യാം. 1/6 into d c/dt എന്ന ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം തൽക്കാലത്തേക്കും. രണ്ടാമത്തെ ഫോർമുല യൂസ് ചെയ്യാം കേട്ടോ, 1/4 യൂസ് ചെയ്യാം. സോ is equal to 1/6 into dc/dt യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ദാറ്റ് is 6 into 10 raised to -2. അപ്പൊ ഈ 6ഉം ക്യാൻസൽ ആയി. വളരെ നല്ല കാര്യം. ഇനിയുള്ളത് 1 into 10 raised to -2 മാത്രമാണ്. അതിവിടെ ഓപ്ഷനിൽ 2 ഓപ്ഷനിലുണ്ട്, ബിയിലും ഡിയിലും ഉണ്ട് ആൻസറിൽ. അപ്പൊ ഇനി നമുക്ക് ആകെ കണ്ടുപിടിക്കാനുള്ളത് dB/dt മാത്രമാണ്. സോ നമുക്ക് ആദ്യം dB/dt ഒന്ന് കണ്ടുപിടിക്കാം. dB/dt എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആണ്. പക്ഷെ ഇവിടെ dB/dt എന്നല്ല, ബിക്ക് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, 3 ഉണ്ട്. സോ 1/3 into dB/dt ആണ് R എന്ന് പറയുന്നത്. സോ 1/3, അപ്പൊ dB/dt കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ dB/dt കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ റേറ്റിനെ ഈ 3 ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സോ is equal to R into 3 ചെയ്യേണ്ടി വരും. ആറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 1 into 10 raised to -2 into 3 ചെയ്യേണ്ടി വരും. സോ ആൻസർ 3 into 10 raised to -2 എന്ന് കിട്ടും. ഇത് പെർ സെക്കൻഡ് ആണ്, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഒരു സെക്കൻഡിലാണ് 3 into 10 raised to -2. ഇവിടെ 10 സെക്കൻഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ 3 into 10 raised to -2 into 10 ചെയ്യേണ്ടി വരും. സോ ദി ആൻസർ ഈസ് 30 into 10 raised to -2. അതിവിടെ ഓപ്ഷനിൽ ബിയിൽ തന്നെയുണ്ട്. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോ dB/dt നമ്മൾ ചെയ്യുമ്പോൾ അത് 1/3 into dB/dt ആണ് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിച്ചു, ആ റേറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നിന്നും dB/dt റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി നമ്മൾ കണ്ടെത്തി. അത് പക്ഷെ ഒരു സെക്കൻഡിനാണ് നമ്മൾ കണ്ടെത്തുക. ഒരു സെക്കൻഡ് കൊണ്ട് ഇത്രയും ബി അവിടെ ഡിസപ്പിയർ ചെയ്യപ്പെടും എന്നാണ്. അപ്പൊ 10 സെക്കൻഡിൽ എത്ര ബി ഡിസപ്പിയർ ചെയ്യപ്പെടുന്നത് കാണാനായിട്ട് ആ കിട്ടിയതിനെ നമ്മൾ 10 സെക്കൻഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഈസി ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫോർ എ റിയാക്ഷൻ എ ഗിവ്സ് ബി, ദ എൻതാൽപി ഓഫ് റിയാക്ഷൻ ഈസ് -4.2 kilojoule per mole and the enthalpy of activation is 9.6 kilojoule per mole. The correct potential energy profile for the reaction is shown in option. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റിയാക്ഷന്റെ എനർജി -4.2 ആണ്. അതിന് നമ്മൾ എത്ര കൊടുക്കേണ്ടി വന്നു എനർജി? ഒരു 9.6 കിലോ ജൂളും കൂടി കൊടുക്കേണ്ടി വന്നു. ഓക്കെ, എൻതാൽപി ഓഫ് റിയാക്ഷൻ -4.2, സോറി എൻതാൽപി ഓഫ് റിയാക്ഷൻ ആണ് -4.2. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ റിയാക്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് റിയാക്ടന്റിനേക്കാൾ എനർജി കുറവായിരിക്കും പ്രോഡക്റ്റിന്. ഓക്കെ, അത് നമുക്ക് ആ മൈനസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏകദേശം 9.6 കിലോ ജൂൾ എനർജി നമ്മൾ സപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ തന്നിരിക്കുന്നത് ഏത് ഗ്രാഫിൽ നിന്ന് നോക്കിയാൽ മതി. എക്കാളും എ ആണ് ഇവിടെ റിയാക്ടന്റ്, ബി ആണ് ഇവിടെ പ്രോഡക്റ്റ്. സോ അത് കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് ഏത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഏതാ മുകളിൽ നിൽപ്പുണ്ട്, ബി താഴോട്ട് നിൽപ്പുണ്ട്, കറക്റ്റ് ആൻസർ ആണത്. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, കാരണം -4.2 കിലോ ജൂൾ എന്ന് പറയുമ്പോൾ എക്സോതെർമിക് ആണ്. അപ്പോൾ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. സോ പ്രോഡക്റ്റിന്റെ എനർജി കുറച്ചുകൂടി കുറവായിരിക്കും റിയാക്ടന്റിനേക്കാൾ. അപ്പോൾ റിയാക്ടന്റ് എ ആണെങ്കിൽ അതിനേക്കാളും എനർജി കുറവായിരിക്കും പ്രോഡക്റ്റ് ബിക്ക്. അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? സോ അതും ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ്, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ആ ചോദിച്ചിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സ്ലോപ്പ് ഓഫ് അറീനിയസ് പ്ലോട്ട് ln k വേഴ്സസ് 1/t. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫ് താഴേക്ക് നമ്മൾ വരച്ചില്ലേ, താഴേക്ക് വരച്ച ഗ്രാഫ് ln k വേഴ്സസ് 1/t ഗ്രാഫ്. യെസ്, ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ്, അതിന്റെ സ്ലോപ്പ് ആണ് തന്നിരിക്കുന്നത്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -EA/R ആയിരുന്നു. അതിന്റെ വാല്യൂ ആണ് -5 into 10 raised to 3 എന്ന് തന്നിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് EA ഫോർ ദ റിയാക്ഷൻ ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയുടെ വാല്യൂ എത്രയായിരിക്കും എന്ന ചോദ്യം. അതിന് ഇതിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ ഇയുടെ -EA അല്ലെങ്കിൽ EA കണ്ടുപിടിക്കാനായിട്ട് 5 into 10 raised to -3, ഇത് മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 5 into 10 raised to -3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 8.314. സോ ആൻസർ എന്ന് പറയുന്നത് 8.314 into 5 ആയിരിക്കും നമ്മൾ ചെയ്യുക. സോ ആൻസർ എന്ന് പറയുന്നത് 7 5 ശിഷ്ടം 1 8 40 41. സോ ദി ആൻസർ എന്ന് പറയുന്നത് 41.5
ഇവിടെ കെൽവിൻ ജൂൾ ഒക്കെയാണ് തന്നിരിക്കുന്നത്. സോ 41.5 ഇൻറ്റു 10⁻³ കിലോ ജൂൾ എന്നായിരിക്കും നമുക്ക് അവിടെ ആൻസർ കിട്ടുക. സോ 10⁻³ അല്ല, സോറി 10⁻³ -3 അല്ല, 10⁻³ ആണ്. സോ 10⁻³ ജൂൾ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. 10⁻³ ജൂൾ, അതായത് 41.5 കിലോ ജൂൾ എന്ന് കിട്ടും. 41.5 കിലോ ജൂൾ, 41.5 കിലോ ജൂൾ. ഇത് എഴുതാനാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഓക്കെ, സോ 41.5 കിലോ ജൂൾ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. സോ അങ്ങനെയെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ, 41.5 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. അതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? അപ്പൊ അത് വളരെ ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്നത്തെ സെഷനിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ദാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 2021 മുതൽ 24 വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഈ കൊറോണയ്ക്ക് ശേഷം മാറിയ ചേഞ്ചസിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ വർക്ക്ഔട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, അതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ് അല്ലെ? അപ്പൊ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതുപോലത്തെ സെഷൻസ് നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക. ഒപ്പം നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും കീം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മക്കൾക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും മക്കളെ. എല്ലാ സപ്പോർട്ടായിട്ട് ഞാനും കൂടെ ഉണ്ടാകും. അപ്പൊ ഒരു കാര്യം മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളോടൊപ്പം പഠനത്തിലെന്നും ഞാനും കൂടെ ഉണ്ടാവും.